മനോഹരമായ സൂര്യോദയവും പ്രകൃതിയുടെ സംഗീതവും കേട്ടുകൊണ്ട് നമ്മളുടെ ഈ കൊച്ചു യാത്ര ഈ ബീച്ചിൽ നിന്നും ആരംഭിക്കുന്നു. അതിനുശേഷം ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാൻ പോകുന്നു. വെളുപ്പിന് തന്നെ എണീറ്റ് സൂര്യോദയം കാണാൻ പുറപ്പെട്ടു. വിചാരിച്ചതിനേക്കാളും വൈകി എണീറ്റതുകൊണ്ട് തിരക്ക് പിടിച്ചാണ് യാത്ര. ഓക്ലൻഡ് സിറ്റിയിൽ നിന്നും 45 മിനിറ്റുണ്ട് ഈ ബീച്ചിലേക്ക്. പോകുന്ന വഴിയിൽ കൂടുതലും ഫാം ലാൻഡുകളാണ്. അങ്ങ് മുന്നിൽ ബീച്ച് കണ്ടു തുടങ്ങി. വളരെ മനോഹരമായ ഈ കാഴ്ച ഞങ്ങളിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി. അങ്ങനെ ബീച്ചിലെത്തി. ഭാഗ്യത്തിന് സൂര്യൻ ചേട്ടൻ പൊങ്ങി വന്നിട്ടില്ല. അതൊരു മനോഹരമായ വാർഫാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അതിലേക്ക് നമ്മൾ കയറിയില്ല. വേനൽക്കാലങ്ങളിലാണ് ഈ ബീച്ചിൽ കൂടുതൽ തിരക്ക്. വാട്ടർ സ്പോർട്സും ഫിഷിങ്ങിനും ഫേമസ് ആണ് മരട്ടായ് ബീച്ച്. അവിടെ അടുത്ത് കണ്ട ബെഞ്ചിൽ ഞങ്ങളിരുന്നു. വാർഫിനും മലകൾക്കും പിന്നിൽ നിന്ന് ഉയർന്നു വരുന്ന സൂര്യനെയും കാത്ത്. മറാട്ടായ് എന്നത് മൗറി പേരാണ്. അതിൻ്റെ അർത്ഥം കടൽ തീരത്ത് സംഗമിക്കുന്ന സ്ഥലം എന്നാണ്. കിഴക്കൻ ഓക്ലൻഡ് പ്രാന്തപ്രദേശമാണ് മറാട്ടായ്. വഹിക്കി ദ്വീപിന് അഭിമുഖമായാണ് ഈ 3 കിലോമീറ്റർ നീളമുള്ള ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നടക്കാനും സൈക്ലിങ്ങിനും ഫിഷിങ്ങിനും നല്ലൊരു ഡ്രൈവ് പോകാനും പ്രകൃതി ഭംഗി എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് മറാട്ടായ് ബീച്ചും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളും. അനേകം ചെറിയ ബീച്ചുകൾ ഈ പോകും വഴിയിൽ കാണാം. ഏറ്റവും അടുത്തുള്ള പട്ടണമായ ബീച്ച് ലാൻഡ്സ് പടിഞ്ഞാറ് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ്. അടുത്ത് ഡൂഡർ റീജിയണൽ പാർക്കുമുണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ ബോട്ട് ക്ലബ്ബാണ്. അവിടം വരെ പോകാമെന്ന് കരുതി ഞങ്ങൾ നടത്തം തുടങ്ങി. മലമുകളിലെ ഈ വീടുകളിൽ നിന്നുമുള്ള കാഴ്ചകളൊക്കെ എത്ര മനോഹരമായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സെയിലിംഗ്, വിൻഡ് സർഫിംഗ്, ജൂനിയർ സെയിലിംഗ് പ്രോഗ്രാമുകൾ എന്നിവയുൾപ്പെടെ എല്ലാത്തരം ബോട്ടിങ്ങും ജലകായിക വിനോദങ്ങളും ക്ലബ്ബ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. വർഷം മുഴുവനും മത്സരങ്ങളും മത്സ്യബന്ധന പരിപാടികളും നടത്തുന്ന വളരെ സജീവമായ ഒരു മത്സ്യബന്ധന സമിതിയാണ് ഇവർക്കുള്ളത്. നല്ലൊരു റെസ്റ്റോറൻറ്റും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറാട്ടായ് ബീച്ച് ബോട്ടിംഗ് ക്ലബിന് നന്നായി രൂപകൽപ്പന ചെയ്ത ഒരു ബോട്ടിംഗ് റാമ്പുണ്ട്. അതിനാൽ വിവിധ വലിപ്പത്തിലുള്ള ബോട്ടുകൾക്ക് വെള്ളത്തിൽ ലോഞ്ച് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും.
അങ്ങ് ദൂരെ 2 വലിയ ബോട്ടുകൾ നങ്കൂരമിട്ട് വിശ്രമിക്കുന്നു. വെള്ളിയാഴ്ച രാത്രിയിലെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലായിരിക്കും. അതുമല്ല, ഫിഷിങ്ങിൽ മുഴുകിയിരിക്കുമായിരിക്കും എല്ലാവരും. ഞങ്ങളൊരു കോഫി കുടിക്കാമെന്ന് വെച്ച് തിരികെ പോകും വഴി ഒരു നായ്ക്കുട്ടി നമ്മോടൊപ്പം കളിക്കാൻ കൂടി. ക്യാമറയായി നിൽക്കുന്ന ഞാൻ തൽപരകക്ഷിയല്ലെന്ന് മനസ്സിലാക്കി അത് അപ്പുവിൻ്റെ പിറകെ കൂടി. ഒരു ചെറിയ കുശലം പറച്ചിലിന് ശേഷം ആ പട്ടിക്കുട്ടിയും അതിൻ്റെ ഓണറും നടന്നു നീങ്ങി. നിരവധി ആളുകൾ ജോഗിങ്ങിനും നടക്കാനും ഫാമിലിക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുമായി ബീച്ചിലെത്തിയിട്ടുണ്ട്. അടുത്തു കണ്ട കഫേയിലേക്ക് തന്നെ പോകാമെന്ന് കരുതി. റാപ്പും സോസേജ് റോൾസും ഒക്കെ നിരന്നിരിക്കുന്നു. എന്നാൽ ഒരു കോഫി മാത്രം മേടിച്ച് ഈ നേർത്ത വെയിലത്ത് കുളിച്ച് തിളങ്ങി നിൽക്കുന്ന ബീച്ചിൽ പോയി കുറച്ചു നേരം വെറുതെ ഇരിക്കാമെന്ന് വെച്ചു. ഇനി നമ്മുടെ യാത്ര ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്, ഫോ ഗ്വാങ് ഷാൻ ടെമ്പിൾ. പോകുന്ന വഴിയെല്ലാം റോഡിൻ്റെ 2 വശങ്ങളിലും ഫാം ലാൻഡ്സ് ആണ്. നല്ല മനോഹരമായി വെട്ടി നിർത്തിയ പുൽമൈതാനങ്ങളൊക്കെ കണ്ട് വളരെ ശാന്തമായൊരു ഡ്രൈവ്. നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. മറാറ്റായ് ബീച്ചിൽ നിന്നും 20 കിലോമീറ്റർ ഉണ്ട് ടെമ്പിളിലേക്ക്. സദേൺ ഓക്ലൻഡിലെ ഫ്ലാറ്റ്ബുഷിലാണ് ഈ വലിയ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. സെയിൻറ്റ് ലൂക്സ് കാത്തലിക് ചർച്ചാണ് ഈ കാണുന്നത്. ഫോ ഗ്വാങ് ഷാൻ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ വലിയ കവാടത്തിലൂടെ അകത്തേക്ക് കയറി. നേരത്തെ ആയതുകൊണ്ടും സ്പെഷ്യൽ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും തിരക്കൊട്ടുമില്ല. അനേകം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടതിൽ. ഫോ ഗ്വാങ് ഷാൻ ബുദ്ധമത പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ക്ഷേത്രവും കമ്മ്യൂണിറ്റി സെൻ്ററുമാണിത്. രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രവും വലിയൊരു ബുദ്ധപ്രതിമയും 2 ടൺ ഭാരമുള്ള ഒരു മണിയും ഇവിടെയുണ്ട്. ടാങ് രാജവംശത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഈ ക്ഷേത്ര സമുച്ചയം 7 വർഷം കൊണ്ട് $20 മില്യൺ ന്യൂസിലൻഡ് ഡോളർ ചെലവിട്ടാണ് നിർമ്മിച്ചത്. 2007 അവസാനത്തോടെ ക്ഷേത്രം ഔദ്യോഗികമായി തുറന്നു. ടാങ് കാലഘട്ടത്തിൽ ബുദ്ധമതം അഭിവൃദ്ധി പ്രാപിച്ചത്. കലയിലും വാസ്തുവിദ്യയിലും തത്വചിന്തയിലും ഒരു കുതിപ്പ്
ടാങ് ഡൈനാസ്റ്റിയുടെ സമയത്ത് ചൈനയിലുണ്ടായി. ആ കാലഘട്ടത്തിൻ്റെ സ്റ്റൈലും ആർക്കിടെക്ചറും പെയിൻറ്റിങ്സും ഒക്കെ ഇവിടെ കാണാം. ടാങ് രാജവംശം അന്താരാഷ്ട്ര വ്യാപാരത്തിനു വേണ്ടി ചൈനയെ മധ്യേഷ്യയും ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന സിൽക്ക് റൂട്ടിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. ചരക്കുകളുടെയും ആശയങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഈ കൈമാറ്റം രാജവംശത്തിൻ്റെ കല, സാഹിത്യം, രാഷ്ട്രീയം എന്നിവയെ രൂപപ്പെടുത്തി. സങ്കീർണമായ പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, സെറാമിക്സ് എന്നിവയാണ് ടാങ് ആർട്ടിൻ്റെ സവിശേഷത. ഈ കാലഘട്ടത്തിലെ ചൈനീസ് വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷതയാണ് വളഞ്ഞ മേൽക്കൂരകൾ. അവ മനോഹരവും പ്രായോഗികവുമാണ്. ജപ്പാൻ്റെയും കൊറിയയുടെയൊക്കെ വാസ്തുവിദ്യയെ ടാങ് രാജവംശത്തിൻ്റെ ഈ ശൈലി ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉണങ്ങി താഴെ വീണ ഇലകൾ ക്ലീൻ ചെയ്യുന്നു ഒരാൾ. നല്ല ക്ലീനാണ് പരിസരമല്ല. കുട്ടികൾക്ക് യോഗ, മാർഷൽ ആർട്സ്, ലാംഗ്വേജ്, ബുദ്ധമതം എന്നിവ പഠിപ്പിക്കാൻ ക്ലാസ് മുറികളുമുണ്ട് ഇവിടെ. കല്ലുപാകിയ മുറ്റത്തൂടെ നമ്മൾ ഉള്ളിലേക്ക് നടന്നു. ഇത് ഫസ്റ്റ് എൻട്രൻസ് ആണ്. അവിടെ ഒരു ശില്പത്തിന് മുന്നിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയും പ്രധാന ടെമ്പിളിൻ്റെ ഉള്ളിലും ക്യാമറ കയറ്റാൻ പറ്റില്ല. അതിനാൽ അവയ്ക്കുള്ളിലെ ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ വലിയ ബിൽഡിംഗ് നമ്മളെ വണ്ടറടിപ്പിക്കും. ന്യൂസിലൻഡിൽ ഇതുപോലൊരു വലിയ ബുദ്ധക്ഷേത്രം അപ്രതീക്ഷിതമായ കാഴ്ചയാണ്. നേരെ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം. അതിനുള്ളിലാണ് ആ വലിയ ബുദ്ധശില്പം. കൃഷിയിടങ്ങൾക്ക് സമാനമായ രൂപകൽപ്പന ചെയ്ത ഈ നടുമുറ്റവും കല്ലിൽ ചെത്തിയെടുത്ത വിളക്കുകളും ആ ബിൽഡിങ്ങിൻ്റെ ചന്തം കൂട്ടുന്നു. കുഞ്ഞു ബുദ്ധൻ്റെ ചെറിയ ക്യൂട്ട് സ്റ്റോൺ പ്രതിമകൾ ധാരാളമുണ്ട് ഇവിടെ. ചിലർ വ്യത്യസ്ത ആക്ടിവിറ്റികൾ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടത് സ്ലീപ്പിംഗ് ബുദ്ധയാണ്. ഇതൊരു വിഷിംഗ് ബെല്ലാണ്. ആഗ്രഹങ്ങൾ പറഞ്ഞ് അടിക്കാനുള്ളൊരു ബെല്ല്. നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഡൊണേഷൻ നൽകാനും ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആഗ്രഹങ്ങളൊന്നും ഫ്രീ ആയിട്ട് നടക്കില്ലല്ലോ. കാസ്റ്റ് അയൺ കൊണ്ടാണ് ഈ മണി നിർമ്മിച്ചിരിക്കുന്നത്. 3000 കിലോഗ്രാം ഭാരമുണ്ട്. ഡ്രമ്മിന് 30 കിലോഗ്രാം ഭാരമുണ്ട്. ഓരോ ദിവസത്തിൻ്റെയും തുടക്കവും അവസാനവും സൂചിപ്പിക്കാൻ ഈ 2 ഉപകരണങ്ങളും ദിവസേന ഉപയോഗിക്കുന്നു.
പ്രധാന ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങിനുള്ളിൽ ക്യാമറ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അതിനുള്ളിൽ നമ്മൾ കയറിയില്ല. ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അടുത്ത സൈഡിലേക്ക് നടന്നു. വലതുവശത്ത് മുഴുവനും ക്ലാസ് റൂമുകളാണ്. കാലിഗ്രഫി ക്ലാസ്സസും ലഭ്യമാണ്. നല്ലൊരു ഗാർഡനും ഇതിനുള്ളിൽ പരിപാലിക്കുന്നുണ്ട്. വിൻ്ററിൻ്റെ തുടക്കമായതിനാൽ പൂക്കളും ഇലകളും ഒക്കെ കുറവാണ്. ഈ ഉദ്യാനത്തിലൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. വസന്തകാലത്ത് കൂടുതൽ പൂക്കളും ഉണ്ടാകും. അതാ എൻ്റെ ഫേവറേറ്റ് സ്ലീപ്പിംഗ് ബുദ്ധ. ഇങ്ങനെ സുഖിച്ചു കിടന്നുറങ്ങാൻ കൊതിയാവുന്നു. ഒരു പെയിൻറ്റിംഗ് ഗാലറിയും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാലറിയും ഇവിടെയുണ്ട്. ഇന്ന് അതൊക്കെ ക്ലോസ്ഡ് ആണ്. രാവിലെ നേരത്തെ എത്തിയതുകൊണ്ടാകും. ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു പഗോഡയാണ്. ഫോഗോഷാനിലെ പഗോഡ ഒരു സ്മാരക ഉദ്യാനം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്ഥലം പ്രിയപ്പെട്ടവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം മാത്രമല്ല, നിങ്ങൾക്ക് ആദരവും സ്മരണയും അർപ്പിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണ്. ഒന്നുകൂടി ഈ മനോഹരമായ ടെമ്പിൾ കണ്ണിറച്ച് കണ്ടിട്ട് പോകാമെന്ന് കരുതി കുറച്ചു നേരം ഇവിടെ കറങ്ങി നടന്നു. ഇവിടെ നിന്നിറങ്ങി നേരെ ഒരു കഫേയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നേരെ കാണുന്ന ഒരു വലിയ പാർക്കാണ്, ബാരി കർട്ടിസ് പാർക്ക്. അതിൽ ബൈക്ക് ട്രെയിൽസും ക്രിക്കറ്റ് ക്ലബ്ബും ഫുട്ബോൾ ക്ലബ്ബും ഒക്കെ ഉണ്ട്. അങ്ങനെ അടുത്തുള്ളൊരു കഫേയിൽ കയറി വയറ് നിറച്ച് കഴിച്ചു. പ്രകൃതിയും പുതിയ സ്ഥലങ്ങളും കണ്ടതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഞങ്ങൾ നിറഞ്ഞു നിന്നു. ആ കഫേ വിടുമ്പോൾ ഇനി വരാനിരിക്കുന്ന യാത്രകൾക്കായി ഞങ്ങളുടെ മനസ്സ് ആവേശം കൊള്ളുന്നു. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലിവിങ് മല്ലു.